ആഗ്രഹങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ടാവാം ഗതി കിട്ടാതെ ഇവിടെ അലച്ചില്. പരേഷനെ സഹായിക്കോ? അവൻ വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാറ് വിളിക്കുന്നു. ആ ബാലകൃഷ്ണനോ? ഇരിക്കെ. ഇപ്പൊ അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല. പിന്നെന്താ വിശേഷിച്ച്? എനിക്ക് മിസ്റ്റർ അലക്സിനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. യെസ്. ഇവന്റെ അടുത്ത് ഫോർമാലിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. നീ കാര്യം പറഞ്ഞു പറ. എന്നാൽ ഒരു തുടക്കം എബിയുടെ മരണത്തെക്കുറിച്ചാണ്. നമ്മൾ കരുതും പോലെ അതൊരു ആക്സിഡന്റ് ആയിരുന്നില്ല. ഇറ്റ് വാസ് എ മർഡർ. വാട്ട് യു മീൻ? സത്യമാണ്. അന്ന് വൈഫ് പ്രസവിച്ചതറിഞ്ഞ് തിരക്കിട്ട് ആശുപത്രിയിലേക്ക് പുറപ്പെട്ട എബിയെ ആരോ പിന്തുടർന്ന് കൊല്ലുകയായിരുന്നു. നോ, ഇറ്റ്സ് ഇംപോസിബിൾ. പോലീസ് ഇൻവെസ്റ്റിഗേഷനിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അത് റോഡ് ആക്സിഡന്റ് തന്നെയായിരുന്നു. ആയിരിക്കാം. ആക്സിഡന്റ് ആവുമ്പം ആർക്കും ഒരു സംശയം തോന്നില്ലല്ലോ. ആരോ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുള്ളതാണ്. ഇതൊക്കെ ബാലകൃഷ്ണൻ എങ്ങനെ അറിയാം? എനിക്കറിയാം. അയാൾ ആരാണെന്ന് എനിക്ക് കാണിച്ചു തരാൻ പറ്റും. അലക്സ് എന്റെ കൂടെ നിൽക്കണം. എബിയെ കൊന്നത് ആരാണെന്നും എന്തിനാണെന്നും നമുക്ക് കണ്ടുപിടിക്കണം. എന്റെ അറിവിൽ എബിക്ക് ശത്രുക്കൾ ആരുമില്ല. അങ്ങനെ ആർക്കെങ്കിലും എബിയെ കൊല്ലേണ്ട കാര്യവുമില്ല. എനിക്ക് പോലും അറിവില്ലാത്ത ഈ വക കാര്യങ്ങൾ ഇത്ര കൃത്യമായി ബാലകൃഷ്ണൻ എങ്ങനെ മനസ്സിലാക്കി? എങ്ങനെയാ അലക്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അലക്സ് അല്ല, ആരും പെട്ടെന്ന് വിശ്വസിക്കില്ല. എബിയുടെ ആത്മാവ് എന്റെ കൂടെയുണ്ട്. ഹൃദയം മാറ്റിവെച്ചതുകൊണ്ടാവാം. എനിക്ക് അയാളെ കാണാം, സംസാരിക്കാം. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? അലക്സിന് വിഡിതമായിട്ട് തോന്നും, പക്ഷെ സത്യമാണ്. ഇതൊക്കെ എബി തന്നെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. ഇതൊക്കെ ബാലകൃഷ്ണന്റെ വെറും തോന്നലുകളാണ്. ശരി, എന്റെ തോന്നലായിക്കോട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടായ സ്ഥിതിക്ക് നമുക്കിതൊന്ന് അന്വേഷിച്ചൂടെ? എബിയെ കൊല്ലുന്നത് ബാലകൃഷ്ണൻ കണ്ടോ? ഇല്ല, ആരും കണ്ടിട്ടില്ല. ഒരു തെളിവുമില്ല. മരിച്ചുപോയ ആളുടെ ആത്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കോടതി വിശ്വസിക്കൂ? വിശ്വസിക്കില്ല. ഐ തിങ്ക് ബാലകൃഷ്ണന് മാനസികമായിട്ട് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. ബെറ്റർ യു കൺസൾട്ട് എ സൈക്കാട്രിസ്റ്റ്. അല്ല അലക്സ്, ഞാൻ പറയുന്നത്... സോറി, ഇന്ന് എനിക്ക് ഒരുപാട് പണിയുണ്ട്. നമുക്ക് പിന്നിരിക്കാൻ കാണാം. നീ എന്തിനാ പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നത്? ഒന്നുകൂടി സാവധാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവന് ബോധ്യപ്പെട്ടനെ. എങ്ങനെ പറഞ്ഞാലും ഇതൊക്കെ തന്നെ സംഭവിക്കും. അയാൾ പറയുന്നതിന് കാര്യമില്ലേ? ഇതൊക്കെ പറഞ്ഞ ഏതെങ്കിലും കോടതി വിശ്വസിക്കൂ? ഇനിയിപ്പോ വിശ്വസിപ്പിക്കണമെങ്കിൽ ഒറ്റ മാർഗേ ഉള്ളൂ. എന്താ? നിന്റെ ഈ ഹൃദയം എടുത്ത് ഏതെങ്കിലും ജഡ്ജിക്ക് വെച്ചിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ നീ അയാളെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം തിരിച്ചെടുത്ത് വെക്കും. നിനക്ക് തമാശ. എന്റെ അവസ്ഥ നീ മനസ്സിലാക്കാത്ത ബാലകൃഷ്ണൻ. നീ ഒന്ന് മനസ്സിലാക്കണം. നീ വെറും ഒരു പ്രേതമാണ്. ചുമ്മാ വെള്ള ഷർട്ടും പാൻറ്റും ഇങ്ങനെ നടന്നാ പോരാ. മനുഷ്യന്മാര് നിന്നെ കാണണം. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല. നിന്നെ കൊന്നത് നീ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു പബ്ലിക് സ്ഥലമായിരുന്നെങ്കിൽ കുറച്ചുകൂടി രക്ഷയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യണം? താൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാ, നിങ്ങൾ ഈ പ്രേതങ്ങളുടെ രീതിയൊന്നും എനിക്കറിഞ്ഞൂടാ. നിങ്ങളുടെ കൂട്ടത്തിലും വിവരമുള്ള ആൾക്കാരൊക്കെ ഇല്ലേ? വലിയ വലിയ മഹാന്മാരൊക്കെ മരിച്ചു പോയിട്ടുണ്ടല്ലോ. അവരോട് ചോദിച്ച് എന്താന്ന് വെച്ചാ ചെയ്യ്. ഇന്നും ബസ് ലേറ്റ് ആവോ? റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ടതല്ലേ? നിന്റെ തീരുമാനം എന്താ? പിണങ്ങിയോ? പിണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല. നിന്റെ ദുഃഖം എന്റെയും കൂടി ദുഃഖമല്ലേ? സത്യം പറഞ്ഞ ഈ ജീവിതകാലം മുഴുവൻ നിന്നെ എനിക്ക് മറക്കാൻ പറ്റില്ല. നീ വിഷമിക്കാതിരി. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം. ഒന്ന് ചിരിച്ചേ. സ്മൈൽ. ഏതായാലും ഇവിടെ നിൽക്കണ്ട, വീട്ടോട്ട് പോകാം. വീട്ടിലേക്കാണ് പറഞ്ഞത്. അനാവശ്യം പറയുന്നോ? ഞാൻ കുട്ടിയോടല്ല സംസാരിച്ചത്. പിന്നെ വേഷം കെട്ട് കയ്യിലിരിക്കട്ടെ. തന്നെ പോലുള്ള ആൾക്കാരെ ദിവസം ഞങ്ങൾ കാണുന്നതാ. കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ അത്രക്കാരനല്ല. നീ എത്രക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായി. 8 o'clock മുതൽ 8:30 വരെ ജോസ് ജംഗ്ഷൻ, 8:35 മുതൽ 9 o'clock വരെ മേനക, 9 o'clock മുതൽ 9:30 വരെ വിമൻസ് കോളേജ്. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നീ കൃത്യമായി അറ്റൻഡ് ചെയ്യാറുണ്ടെന്നും സ്ത്രീകളെ ശല്യപ്പെടുത്താറുണ്ടെന്നും എനിക്കറിയാം. നീയാണല്ലടാ ഈ സ്ഥലത്തെ മെയിൻ പൂവാലൻ? അയ്യോ സാർ, ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ബലം പ്രയോഗിക്കുന്നു. അത് കുഴപ്പക്കാരനാണ്.
ഇപ്പൊ താൻ കൂടെ നടക്കുന്നതിന്റെ പ്രശ്നം മനസ്സിലായല്ലോ. എന്താ? അതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് സാറേ. കുട്ടികൾക്ക് ഇനി ഏത് പാതിരാത്രിയിലും ഇവിടെ ബസ് കാത്തു നിൽക്കാം. പഴയ എസ് ഐ അല്ല, ഈ പുതിയ എസ് ഐ. ഈ സിറ്റി ഒന്ന് പിടിച്ച് കുലുക്കാൻ തന്നെയാണ് ഞാൻ വന്നത്. കള്ളക്കടത്തുകാരെ ഞാൻ വില വെക്കാറില്ല, രാഷ്ട്രീയക്കാരെ റൗഡികളെ ഞാൻ തീരെ മൈൻഡ് ചെയ്യാറില്ല. അതുകൊണ്ടെന്താ 3 മാസത്തിനുള്ളിൽ ഇതെന്റെ 4ാമത്തെ ട്രാൻസ്ഫർ ആണ്. സാർ PA വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. വെയിറ്റ് ചെയ്യട്ടെ. പെട്ടെന്നുള്ള ഈ ട്രാൻസ്ഫർ ആദ്യമൊക്കെ എനിക്കൊരു ടെൻഷനായിരുന്നു. ഇപ്പൊ ട്രാൻസ്ഫർ എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ചിരിയാണ് വരാറ്. അഭിമാനവും. മുഖം നോക്കാതെ ഡ്യൂട്ടി ചെയ്യുന്നവരെയാണല്ലോ രാഷ്ട്രീയക്കാർ എപ്പോഴെപ്പോഴും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആട്ടെ, കുട്ടിയുടെ പേരെന്താണ്? സിന്ധു. എത്ര മണിക്കാണ് സിന്ധുവിന്റെ ബസ് വരുന്നത്? 9:35. അതറിയാമെങ്കിൽ 9 മണി മുതൽ ഇവിടെ ഇങ്ങനെ ഉടുത്തിരിങ്ങി നിൽക്കുന്നതിന് ഇതുപോലുള്ള ആന്റി സോഷ്യൽ എലിമെന്റ്സിനെ അട്രാക്ട് ചെയ്യുന്നത് നിങ്ങളാണ്. നാളെ മുതൽ 9:35 മുമ്പ് നിങ്ങൾ ഇവിടെ കണ്ടാൽ ഞാൻ നിങ്ങളെയും പിടിച്ചകത്താക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. ഡ്രൈവർ, ഇന്നാ വിളി. മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, MLA ആരെയാണെന്ന് വെച്ചാൽ വിളിക്ക്. അവരെന്നെ വിളിച്ചിട്ട് വേണം നിന്നെ വിടാൻ പറ്റില്ല എന്ന് എനിക്ക് അവരോട് പറയാൻ. എന്നിട്ട് വേണം അതിന്റെ പ്രത്യാഘാതങ്ങൾ എനിക്ക് നേരിടാൻ. സാർ, ഇവരാരെയും എനിക്ക് പരിചയമില്ല. പരിചയമില്ലേ? പിന്നെ എന്ത് ധൈര്യത്തിലാണ് നീ പെമ്പിള്ളേരെ കമന്റ് അടിക്കാൻ പോയത്? സാർ എന്നെ വിശ്വസിക്കണം, ഞാൻ കമന്റ് അടിച്ചിട്ടില്ല. അറിയാം, എല്ലാം എനിക്കറിയാം. നഗരത്തിലെ ലേഡീസ് ഹോസ്റ്റലുകളിൽ നിരന്തരമായി ഫോൺ ചെയ്ത് ശല്യം ചെയ്യുന്നത് നീലടാ. അയ്യോ സാർ, കഴിഞ്ഞ ബുധനാഴ്ച മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങാൻ പോയ പാവപ്പെട്ട ഒരു വീട്ടമ്മയുടെ ചന്തിക്കിട്ട് തോണ്ടിയത് നീലടാ. അയ്യേ, ഞാനോ? അതെ, നീ തന്നെ. സാർ, ഞാനൊരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. ഓഹോ, ബാങ്ക് ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് ചരിത്രവും കാണിക്കാമെന്നാണോ? സാർ, ഞാനൊരു ഹൃദ്രോഗിയാണ്. നീ ഒരു ഞരമ്പ് രോഗിയാണ്. എന്റെ ഹൃദയം മാറ്റിവെച്ചതാണ്. എവിടുന്ന് എവിടത്തേക്ക് മാറ്റിവെച്ചു? ആദ്യം നിന്റെ ഹൃദയം നിന്റെ തലക്കകത്തായിരുന്നോ? സാർ, യഥാർത്ഥത്തിലുള്ള സത്യം പറഞ്ഞ സാർ വിശ്വസിക്കില്ല. സാറെന്നല്ല ആരും വിശ്വസിക്കില്ല. താൻ പറഞ്ഞു നോക്ക്, വിശ്വസിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. സാറ് കണ്ട പെൺകുട്ടികളടുത്ത് ഒരുത്തൻ നിൽപ്പുണ്ടായിരുന്നു. അതല്ലേ നീ? അതല്ല സാർ, എന്റെ അടുത്ത് വേറൊരുത്തൻ നിൽപ്പുണ്ടായിരുന്നു. അതല്ലേ ഞാൻ? സാർ, നമ്മൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരുത്തൻ കൂടി ഉണ്ടായിരുന്നു. ആൻ ഇൻവിസിബിൾ മാൻ, അദർശ്യൻ, അരൂപൻ, ആത്മാവ്. ഞാൻ ആ ആത്മാവുമായിട്ട് സംസാരിക്കുകയായിരുന്നു. എന്താ നിന്റെ പേര്? ബാലകൃഷ്ണൻ. അപ്പൊ ബാലകൃഷ്ണൻ ആത്മാവായിട്ട് സംസാരിക്കാറുണ്ടല്ലേ? ഉണ്ട് സാർ. ഒരു തവണ സംസാരിച്ചാൽ എത്ര നേരം നീണ്ടുക്കുക സംസാരം? അങ്ങനെയൊന്നും ഇല്ല സാർ. അല്ല, ഇടതടവില്ലാതെ ഇങ്ങനെ സംസാരിച്ചിരിക്കുമോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ആട്ടെ, നിന്റെ ഈ ആത്മാവ് അനുസരണശീലമുള്ള ആത്മാവാണോ? അതെ. അപ്പൊ നീ എന്ത് പറഞ്ഞാലും ആത്മാവ് അനുസരിക്കും? അനുസരിക്കും. എടാ ബാലകൃഷ്ണ, കേരളത്തിന്റെ പല പല ഭാഗങ്ങളിൽ ആത്മാവ്, പ്രേതം എന്നൊക്കെ പറഞ്ഞ് ചാത്തനേറ് നടത്തലല്ലടാ നിന്റെ പരിപാടി. സാർ, ബാങ്ക് ഉദ്യോഗസ്ഥൻ, ഹൃദ്രോഗി, ഹൃദയം മാറ്റിവെച്ചവൻ, ആത്മാവുമായിട്ട് സംസാരിക്കുന്നവൻ, പറക്കും സ്വാമി, ഹടയോഗി, ഒലക്കയുടെ മൂട്, ഇങ്ങനെ പലതും പറഞ്ഞ് ഭ്രാന്തഭിനയിച്ചാൽ പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള ബുദ്ധി ആരാടാ നിനക്ക് ഉപദേശിച്ചു തന്നത്? വർഷങ്ങളായി തെളിയാതെ കിടക്കുന്ന പല കേസുകളും നിന്നെ വെച്ച് ഞാൻ തെളിയിക്കും. ബാലകൃഷ്ണ, പോലീസുകാർ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, കുറേശ്ശെ ബുദ്ധി വന്നു തുടങ്ങി. ഇടിച്ചകത്താക്കണോ ഇവനെ? സാർ, ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറുന്നു, ലോക്കപ്പിൽ കിടക്കുന്നു, അതും ഒരു പെണ്ണ് കേസിന്. ഞാനും ആദ്യമായിട്ടാ ലോക്കപ്പിൽ കയറുന്നു. ഒന്ന് പോടോ അവിടുന്ന്. തനിക്ക് തോന്നുമ്പോ അകത്ത് വരാം, തോന്നുമ്പോ പുറത്തു പോവാം. ഞാൻ എന്ത് ചെയ്യും? ബാലകൃഷ്ണ, ചിലപ്പോ ഇതൊരു വഴിത്തിരിവായി കൊടുന്നില്ല. ഞാനും നീയുമായിട്ടുള്ള ബന്ധത്തിന്റെ കഥ ഈ ഒരേ ഒരു മനുഷ്യനെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞ നമ്മൾ രക്ഷപ്പെട്ടു. തൽക്കാലം ഞാൻ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് പറയണോ? അത് തന്നെ ഞാനും ആലോചിക്കുന്നു. ഈ SI യെ നമുക്ക് പ്രയോജനപ്പെടുത്തണം. 2 × 3 = 6. 6 divided by 3. നിങ്ങൾ ദിബുവിന് ആ കണക്കൊന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ദൂരപ്പോ, ശല്യം ചെയ്യാതെ ദൂരപ്പോ. അങ്ങനെ ഇപ്പൊ പോകുന്നില്ല. ഈ മുടിഞ്ഞ ട്രാൻസ്ഫർ കാരണം മാസം സ്കൂൾ മാറ്റി അവന്റെ പഠിത്തവും നിങ്ങൾ അവതാളത്തിലാക്കി. എന്നാ 4 അക്ഷരം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അതും ഇല്ല. നാൽക്കാലികളെ ആരും നീന്താൻ പഠിപ്പിക്കാറില്ല. തലച്ചോറുള്ള അച്ഛന്റെ മോനാവുമ്പോ എല്ലാവരും തനിയെ പഠിച്ചോളും. എന്റെ ഗീതയെ നീ എനിക്ക് കുറച്ച് സ്വയരുന്താ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ഇവിടെ. എന്നെക്കാളും മോനേക്കാളും വലിയ കാര്യം എന്തോന്ന് നിങ്ങൾക്ക്? യൂണിഫോം ഇട്ട് ലാത്തിയും വീശി തെക്കോടക്ക് നടക്കാന്നല്ലാതെ ഒരു വീട്ടിലേക്ക് വേണ്ട വല്ല സഹായവും ദാമൂട്ടം ചെയ്യുന്നുണ്ടോ? തുണി അലക്കാനും വീട് വൃത്തിയാക്കാനും അടുക്കളയിൽ കിടന്ന് തലകുത്തി മറിയാനും ഞാനൊരാൾ മാത്രം. എന്നാ നാളെ മുതൽ ഇൻസ്പെക്ടർ പണിയും അടുക്കളപ്പണിയും തുണിയലക്കലും ഒക്കെ ഞാൻ തന്നെ ചെയ്യാം. പറ്റിയാൽ നമ്മുടെ അടുത്ത കുഞ്ഞിനെ ഞാൻ പ്രസവിക്കുകയും ചെയ്യാം. കുറെ നേരമല്ലേ ഈ തവസ് തുടങ്ങിയിട്ട്? ഭഗവാനെ, കവിത കുറച്ചു കാലമായിട്ട് അസുഖം ഇല്ലായിരുന്നല്ലോ. നിക്കട്ടെ. ആകാശച്ചെരുവിലാരോ ഗുരുതിക്കിണ്ണം തട്ടിമറിച്ചു. കാലക്കെടുതിയിലേതോ ശാപത്തിൻ തിറ കെട്ടിത്തുള്ളി. വട്ട് ചിട്ടിക്കാരെ ശേഖരപ്പിള്ളയുടെ മോൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. പോലീസ് അസോസിയേഷൻ വാർഷികത്തിന് ഞാനിത് വായിക്കുമ്പോ കലാബോധമുള്ള ആളുകൾ കൈയടിക്കും.
ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ആകാശച്ചെരുവിലാരോ ഗുരുതിക്കിണ്ണം തട്ടിമറിച്ചു, കാലക്കെടുതിയിലേതോ ശാപത്തിൻ തിറ കെട്ടിത്തുള്ളി, പൊട്ടിപ്പോയൊരു പട്ടച്ചരടും കിട്ടാപ്പൊന്നിൻ പത്തര മാറ്റും, മർത്യൻ തന്നുടെ വ്യർത്ഥതയോതും സർവം സഹയാം ഭൂമി ദേവിക്കിന്നും എന്നും ശരശയ്യ ശരശയ്യ ശരശയ്യ. പട്ടച്ചരട് എങ്ങനെയാച്ചാ പൊട്ടിപ്പോയത്? അത് നിന്റെ മുത്തച്ഛൻ ചിട്ടിക്കാരെ ശേഖരപ്പിള്ളയോട് ഞാൻ ചോദിക്കണം. അന്ന് ഓഗസ്റ്റ് 15 ചൊല്ലാൻ വേണ്ടി അച്ഛൻ മോന് വേറൊരു കവിത എഴുതി തന്ന ഓർമ്മയില്ലേ? അമ്മേ, അത് ചൊല്ലി തീർന്നത് ഹെഡ് മാസ്റ്റർ എന്നെ തല്ലി. ഒരുത്തനും തല്ലിയില്ല. തല്ലി അച്ഛാ, എന്തിനാ ഇങ്ങനെ പൊട്ട കവിത എഴുതി? കീറിയോ? എടാ, എടാ, നിങ്ങൾ കലാകാരൻ അംഗീകരിക്കാത്ത നികൃഷ്ട കുടുംബം. വലുത് പറ്റിയോ? സോറി ദാമോട്ടാ. നോക്കട്ടെ.